ഇപ്പോഴത്തെ കുറേ പെൺപിള്ളേരുണ്ട്, ഒരു വക വീട്ടിൽ ചെയ്യത്തില്ല. നേരം വെളുക്കുന്ന ഉടനെ ഒരു മൊബൈലും കണ്ടുകൊണ്ട് അതാണ് അവരുടെ ലോകമെന്നും പറഞ്ഞുകൊണ്ട് അങ്ങ് ഇരിക്കുവാങ്ങ്. വീട്ടിലുള്ളവരെ ഒരു ബഹുമാനമില്ല. നേരം വെളുത്ത് ഞാൻ എല്ലാം വെച്ച് വിളമ്പി അവിടെ കൊണ്ടുവന്ന് വെക്കണം. എല്ലാം തിന്നാൻ സമയമാകുമ്പം വന്ന് തീറ്റ് തുടങ്ങും. ഈ ചെറുക്കൻ ഇതിനെ എവിടുന്ന് കിട്ടിയോ എനിക്കറിയത്തില്ല. ചേച്ചിയെ, ചേച്ചിയെ, ആരാ? ഞാൻ KRK കമ്പനിയിൽ നിന്ന് വരികയാണ്. അതിന്? അപ്പം ഞങ്ങളുടെ പുതിയൊരു പ്രോഡക്റ്റ് പരിചയപ്പെടുത്താൻ വേണ്ടി വന്നതാണ്. എന്ത് പ്രോഡക്റ്റ്? ഞങ്ങൾ അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തട്ടെ, KRK മാട്രസ്. അയ്യോ, ഇവിടെ മെത്തയൊന്നും വേണ്ട. ഇവിടെ 4 മുറിയിലും വേറെ മെത്തകളുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് മെത്തയൊന്നും വേണ്ട. കുറച്ച് തിരക്കുണ്ടാകത്ത്. അയ്യോ മേഡം, ഇതിൻ്റെ സവിശേഷത എന്ന് പറഞ്ഞാൽ ഇത് ഫെദർ ടച്ച് ആണ്. ഫെദർ ടച്ചോ? ഫെദർ ടച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ തൂവൽ സ്പർശം. ഇത് ഞങ്ങളുടെ കമ്പനി നിർമ്മിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരുപാട് കോഴികളെ കൊല്ലുന്നുണ്ട്. ആ കോഴി വേസ്റ്റുകൾ നമ്മൾ എന്താണ് ചെയ്യുന്നത്? പരിസ്ഥിതി നോക്കാതെ വലിച്ചെറിയുകയാണ്. ആ വേസ്റ്റുകൾ കുമിഞ്ഞുകൂടി മാലിന്യ കൂമ്പാരങ്ങളായി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരിക്കലും ഞങ്ങളുടെ കമ്പനി അത് അനുവദിക്കുന്നില്ല. ഞങ്ങളുടെ കമ്പനി അത് സ്വരുക്കൂട്ടി അതിൽ നിന്ന് നല്ല തൂവലുകൾ മാത്രം പെറുക്കി അത് പ്യൂരിഫൈ ചെയ്ത് അതിൽ നിന്ന് നല്ല തൂവലുകൾ പറിച്ച് പ്യൂരിഫൈ ചെയ്തുണ്ടാക്കുന്ന ഫെദർ ടച്ച് മെത്തകളാണ് മേഡം ഇത്. KRK എന്ന് പറയുന്നത്? KRK എന്ന് വെച്ചാൽ കോഴി രോമ കിടക്കുകൾ. ഇതൊരു ശുദ്ധ മലയാളി കമ്പനിയാണ് മേഡം. കൊള്ളാം. പക്ഷെ മെത്തകൾ ഉണ്ടല്ലോ ഇവിടെ. മേഡം ഇതിലൊന്ന് കിടന്ന് നോക്ക്. ഇത്രയും നല്ലൊരു പ്രോഡക്റ്റ് വീട്ടിലെത്തിയിട്ട് അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്തില്ല പിന്നെ എന്താണ് മേഡം ഒന്ന് കിടന്ന് നോക്ക് പ്ലീസ്. അത് വേണ്ട മേഡം വാങ്ങണ്ട. ഒന്ന് ജസ്റ്റ് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്തു ഒന്ന് കിടന്ന് നോക്ക്. ജസ്റ്റ് ഒന്ന് പ്ലീസ്. വലിയ കഷ്ടമാണല്ലോ. നേരെ ഇടോ. കുഴപ്പമില്ല. സുഖമല്ലേ? കുഴപ്പമില്ലല്ലോ, ഒന്നും അറിയുന്നില്ലല്ലോ. ഓക്കെ, മേഡം അവിടെ കിടന്നു. ഒരാളൂടെ കിടന്നു. എന്തെങ്കിലും അറിയാനുണ്ടോ? ഒരു കുഴപ്പമില്ലല്ലോ. ഞാൻ ഇങ്ങോട്ട് ചരിഞ്ഞു എന്തെങ്കിലും ഷേക്ക് ഉണ്ടോ? ഒരു കുഴപ്പമില്ലല്ലോ. മേഡം ഞാനൊരു മുട്ട വെച്ചിട്ട് അതിൻ്റെ പുറത്ത് കിടക്കാം. ആ മുട്ട പൊട്ടില്ല മേഡം. അത്രയ്ക്ക് പെർഫെക്ഷനാണ് മേഡം. വേണ്ട. അമ്മ ഒന്നല്ല, അമ്മ ഇങ്ങോട്ട് വരൂ. അമ്മയോട് കിടക്കൂ. നിന്റെ അമ്മയോട് പറയടാ. നീ പൊട്ടാപ്പാകലും മെത്തയെടുത്ത് വെളിയിലിട്ടിട്ട് നീ അവനും കൂടെ അവിടെ കിടക്കുന്നോ? എന്റെ മോനെന്തോ ഇത്ര ഊശനോ? അയ്യോ, ഇത് കാലം പോയ പോക്കത് എന്തുവാ? ഇതെന്തുവാ? വെള്ളരിക്കപ്പെട്ടനോ? കൊള്ളാവില്ല ഇത്. നോക്കിക്കോ, ഞാൻ എന്റെ മോനോട് ഞാൻ പറഞ്ഞേക്കാം. സമാധാനമായല്ലോ അമ്മ. തൂവൽ സ്പർശം. ഒന്നാമതേ കിടക്കാം. പിള്ളേർക്ക് ഒരു മര്യാദയൊക്കെ വേണ്ടായോ? എന്തുവാ ഇത്? എങ്ങനായാലും എങ്ങനാ? അമ്മേ, എന്തുവാ അമ്മ എന്തൊക്കെ പറഞ്ഞോണ്ടേ പോകുന്നത്? പറയുന്നത് എന്തുവന്നോ? ഒന്നും അറിയത്തില്ല നിനക്ക്. പറയുന്നതാണോ കുറ്റം? അതൊരു മെത്തക്കാരനാ. മെത്ത വിൽക്കാൻ വന്ന ആളാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. മെത്ത നിങ്ങൾ രണ്ടും കൂടെ എന്തത്തിനടി അവിടെ കടന്നത് ഈ പട്ടാപ്പകല്? അയാള് ട്രയല് നോക്കിയതാ. അതെ, ട്രയല് നോക്കിയെന്ന് വൃത്തികേട് പറയരുത് എന്നോട്, കേട്ടല്ലേ പറഞ്ഞ? അമ്മ ആവശ്യമില്ലാത്ത കാര്യമൊന്നും പറയരുത്. ഞാൻ അറിഞ്ഞിട്ട് തന്നെ അടി പറയുന്നേ. അറിഞ്ഞിട്ടാ പറയുന്നത്. നിന്റെ ചരിത്രം മൊത്തം എനിക്കറിയാം. എന്റെ ചരിത്രം എന്തോ അറിയാവുന്ന? ആ കടയിലേ ബിബിന്റെ പുറകിന് നടന്ന കാര്യമൊക്കെ എനിക്കറിയാം. അമ്മ അതെന്റെ ഫ്രണ്ട്. അമ്മേ, ആ ഫ്രണ്ടിലും ബാക്കിലും ഒക്കെ നടന്നത് എനിക്കറിയാം. അമ്മ ഇപ്പൊ എന്തോ ചെയ്യാൻ പോവാ? എന്തോ തന്നെയുള്ള പുറപ്പാടാണെന്നോ ഞാൻ കാണിച്ചു തരാം. എന്റെ മോനോട് ഞാൻ പറയും. മോനെ, അറിഞ്ഞോ? അറിഞ്ഞതൊന്നും സത്യമല്ല. സത്യമായിട്ടും അല്ല ഞാൻ പറയുന്ന. അമ്മ ഹലോ ഇതെനിക്ക് അവര് മനഃപൂർവ്വം പണി തന്നതാ. കാണിച്ചു തരാം. എനിക്കിട്ട് പണി തന്നെങ്കിൽ തിരിച്ച് ഞാൻ പണി കൊടുക്കും. ഞാൻ അവരുടെ ചരിത്രവും പ്രണയവും എല്ലാം ചിക്കി ചതഞ്ഞ് വെളിയിടും. എന്നിട്ട് ഞാൻ അവരുടെ ഭർത്താവിനോട്, അതെങ്ങനെ ഭർത്താവ് നേരത്തെ രക്ഷപ്പെട്ടു പോയില്ലേ, അവരുടെ മോനോടും നാട്ടുകാരോടും വീട്ടുകാരോടും ബന്ധുക്കളോടും മൊത്തം ഞാൻ പറയും. പറഞ്ഞ് അവരെ നാട്ടിക്കും. അവരെ അടച്ചു വെച്ച പഴയ പുസ്തകത്തിൻ്റെ താഴെ ഞാൻ മലർക്കത്ത് ഉറപ്പിക്കും. ഈ പത്മ ആരാന്ന് അവരറിയും. കാണിച്ചു തരാം. പപ്പിനെ പറ്റി പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. അവള് ഞങ്ങളുടെ ബാച്ചിലൊരു താരമായിരുന്നു. എനിക്കറിയേണ്ടതേ അമ്മയുടെ സുഹൃത്ത് ബന്ധത്തെ പറ്റിയാണ്. സുഹൃത്തുക്കളൊക്കെ എങ്ങനെയായിരുന്നു? സുഹൃത്തുക്കളെന്ന് പറഞ്ഞാൽ അവൾക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ട്.
അയ്യോ ഞാൻ എല്ലാവരുടെയും കാര്യമല്ല പക്ഷേ ഈ ആൺ സുഹൃത്തുക്കളൊക്കെ എങ്ങനെയായിരുന്നു? ആൺ സുഹൃത്തുക്കളെന്ന് പറഞ്ഞാൽ കുറേ പേരുണ്ട്. അതിനകത്ത് കുറച്ച് പേരൊക്കെ മരിച്ചുപോയി. പിന്നെ 1-2 പേരൊക്കെ ഇവിടെ അടുത്തൊക്കെ ഉണ്ട്. അതിൽ ഒരാൾ തങ്കപ്പനാന്ന് തോന്നുന്നു. തങ്കപ്പൻ മാമന് ഇപ്പം എന്തോ ചെയ്യുക? അവന് തെങ്ങേറ്റമൊക്കെ, അവനിവിടെ ഈ പരിസരത്തൊക്കെ ഉണ്ട്. ആ പിന്നെ ഉള്ളതൊരു അവൻ്റെ പേര് സുഭാഷ്. സുഭാഷ് മാമൻ ഇപ്പം എന്തെടുക്കുക? അവനിവിടെ മുറുക്കാൻ കച്ചവടമൊക്കെ ആയിട്ട് മക്കളുടെ കൂടെ ഒക്കെ തന്നെ അങ്ങ് താമസമാണ്. പിന്നൊരു രഘുവാണ്. രഘുമാമനോ? അവനങ്ങ് അവനങ്ങ് വയ്യ, തളന്നൊക്കെ കിടക്കുക, സ്ട്രോക്കൊക്കെ വന്ന് കിടക്കുക, വയ്യ. പിന്നുള്ളത് ഞാനിവിടെ സാറായിട്ടൊക്കെ ഇങ്ങനെ അങ്ങ് പോന്നു. പിന്നൊരുത്തനുണ്ട്, അവനായിരുന്നു പപ്പിയുടെ കൈ. ആ മാമന്റെ ഡീറ്റെയിൽസ് തരാവോ? എനിക്ക് അവൻ്റെ പേരങ്ങോട്ട് ഓർമ്മ കിട്ടുന്നില്ല. ഞാനും അവനോട്ട് അത്ര രസത്തിലായിരുന്നു. ഞങ്ങളുടെ സീനിയറായിരുന്നു. മോളൊരു കാര്യം ചെയ്യും, ഇവിടെ അടുത്ത് ഇവന്മാരോടൊക്കെ ഒന്ന് അന്വേഷിച്ച് നോക്ക്, അവന്മാർക്ക് അറിയാതിരിക്കണം. ശരി എന്നാ ഞാൻ പോട്ടെ. അല്ല മോളെ, എന്തിനാ ഇവരുടെയൊക്കെ ഡീറ്റെയിൽ? അതേ അമ്മയുടെ പിറന്നാൾ വരുക, അപ്പോൾ ഈ ഫ്രണ്ട്സിനെ എല്ലാം ഒന്ന് ക്ഷണിക്കാൻ വേണ്ടിയിട്ട് അതിനായിരുന്നു. അല്ല, എന്നെ വിളിക്കുന്നില്ലയോ? ഞാനും അമ്മയുടെ സുഹൃത്തല്ലയോ? മാഷും അമ്മയായിട്ട് വേറെ എന്തെങ്കിലും പ്രണയം അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? അവൾ എനിക്ക് സഹോദരിയെ പോലല്ലായിരുന്നോ? എന്നാ മാഷ് വരണ്ട, ഇത് അമ്മയുടെ കാമുകന്മാർക്ക് വേണ്ടിയിട്ടുള്ളത്. ശാരദ ചേച്ചിയേ, കുളിച്ചിറങ്ങിയാണോ അതോ തുണിയൊക്കെ ഇറങ്ങിയാണോ? ഓ മങ്കോപക്കാരി, മുഖം മറയ്ക്കും നിന്റെ മനസ്സൊരു മുല്ലപ്പൂങ്കാവോ. ഓ തങ്കപ്പമ്മല്ലേ? ഞാനാ തങ്കപ്പൻ. തെങ്ങേറുന്നേ ഇത് പിന്നെ ചെമ്പരത്തി കമ്പാട്ടാണ് തോന്നിയത്. മാമനൊന്ന് ഇറങ്ങി വന്നൊരു കാര്യം പറയാനുണ്ട്. എന്തുവാ? വാ മാമ, ഒരു ബിസിനസ് സംസാരിക്കാൻ വേണ്ടിട്ടായിരുന്നു. എടാ ഇത് പറ ഇവരുടെ പിന്നീടാവുള്ളൂ. വേറെ വരുമോ ഒറ്റ പെട്ടെന്ന് വരാൻ പറ്റില്ല, പ്രായം കുറഞ്ഞായതാ. ആരാ? മാമ ഞാനേ ഇവിടെ അടുത്തുള്ളതാണേ, എനിക്കൊരു ബിസിനസ് സംസാരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. എന്ത് ബിസിനസ്സാ? വെള്ളക്കയില്ലേ, വെള്ളക്ക എല്ലാം കൂടെ പറിച്ച് അത് എടുത്ത് വെച്ച് അത് കയറ്റി വിടുന്നത്. എക്സ്പോർട്ടിങ് വെള്ളക്കയോ? കയറ്റി വിടുന്നത്. എങ്ങോട്ടാ കയറ്റി വിടുന്നേ? വെള്ളയ്ക്ക് ആവശ്യമുള്ളിടത്തോട്ടും കയറ്റി അങ്ങ് വിടുവാ. അല്ല ഇതിപ്പോഴേ നമുക്ക് പ്രയോജനമുള്ള കേസ് വല്ലതും ആണോ? അതേ ഉള്ളൂ, മാമന് ഭയങ്കര ലാഭമാ. അല്ല അങ്ങനെയാണെങ്കിൽ എന്നെ കൂടെ കയറ്റി വിട്. ഇത് അവിടെ പോയി പറിക്കാൻ ആരും ഇല്ലല്ലോ. അവിടെ അല്ലല്ലോ, ഇവിടെ നിന്ന് പറിക്കണ്ടേ? അപ്പൊ നാട്ടിലെ തേങ്ങ പറി. അല്ല ബൈ മാമൻ ഈ കുടുംബവും കുട്ടികളുമായിട്ടൊക്കെ ജീവിക്കുമ്പോൾ ഇതിനൊക്കെയുള്ള സമയം കാണുമോ ബിസിനസ്സിലേക്ക് മാറ്റി വെക്കാനുള്ള? അയ്യോ മക്കളെ, എനിക്ക് കുടുംബവും കുട്ടികളൊന്നും ഇല്ല. കല്യാണം കഴിച്ചിട്ടില്ല? ഓ ഈ തെങ്ങേറ്റത്തിൻ്റെ ഒക്കെ പെണ്ണ് കെട്ടാനങ്ങ് മറന്നുപോയി കുഞ്ഞെ. മാമന് പ്രേമിച്ച് കല്യാണം കഴിച്ചുകൂടായിരുന്നോ? പ്രേമം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പഠിക്കുന്ന സമയത്ത് പ്രേമമൊന്നും ഇല്ലായിരുന്നു. അല്ല എന്നാലും പഠിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒന്നും കാണാതിരിക്കത്തില്ല. ഓ നമുക്ക് പ്രേമമൊന്നും ഇല്ലായിരുന്നു കുഞ്ഞെ. അപ്പൊ ഈ പത്മിനിയോ? പത്മിനിയുടെ ആരാ? പപ്പിനിയുടെ അറിയാം. പപ്പിനിയെ എല്ലാവർക്കും അറിയാമല്ലോ, അപ്പൊ എനിക്കും പപ്പിനെ അറിയാം. പത്മിനിയും ഞാനും തമ്മി നല്ല സുഹൃത്തുക്കളായിരുന്നു പഠിക്കുന്ന സമയത്ത്. കരളിലെഴും ഒരു മൗനം, കസവണിയും ലയമൗനം, സ്വരങ്ങൾ ചാർത്തുമ്പോ കരളിലെഴും ഒരു മൗനം, കസവണിയും ലയമൗനം, സ്വരങ്ങൾ. പത്മിനിയും ഞാനും തമ്മി നല്ല സുഹൃത്തുക്കളായിരുന്നു പഠിക്കുന്ന സമയത്ത്. അല്ലാതെ ഞങ്ങൾ തമ്മിൽ വലിയ ബന്ധമൊന്നുമില്ല. ഒന്നുമില്ല. ആ ഇഷ്ടം എനിക്ക് മാത്രം തോന്നിയിട്ട് കാര്യമില്ലല്ലോ കുഞ്ഞെ. ഈ പത്മിനിയെ പറ്റി കൂടുതൽ അറിയാൻ ആരെടുത്താ പോകണ്ടേ? പിന്നെ നമ്മുടെ തേരിയിലെ മുറുക്കാൻ കടയുള്ള സുഭാഷ് ഇല്ലയോ? കയറ്റം കയറി പോകുന്ന കടയിലെ വലത്തെ സൈഡിലെ, അവനോട്ട് നല്ല കമ്പനിയായിരുന്നു. അവൻ അവിടെ കുറേ നടന്നാ കുറേ. പത്മിനിക്ക് വേറെ പ്രേമമൊന്നും? ഞങ്ങൾ തമ്മിൽ പ്രേമമൊന്നുമില്ലായിരുന്നു. പിന്നെ ഒരു സീനിയർ ഉണ്ടായിരുന്നു. പേരെന്തുവാ? അവൻ്റെ പേര് അതും സുഭാഷിനോട് വെച്ചാൽ അറിയാം. അപ്പൊ ഒന്നും അറിയത്തില്ല മാമന്, ഒന്നും അറിയത്തില്ല. കേറിക്കോ. അല്ല അപ്പം വെള്ളക്കയോ? മാമൻ ചെയ്തോ? മാമൻ പറിക്കുകയും കയറ്റിവിടുകയും എല്ലാം കൂടെ മാമൻ ചെയ്തോ. മാമനാ ലാഭം എടുക്കൻ. ഒരു കുന്തം അറിയത്തുമില്ല, തേങ്ങാക്കൊല അറിയത്തില്ല, തെങ്ങ് കയറി നടക്കും. എനിക്ക് കയറി പോകാൻ അറിയത്തുള്ളൂ അച്ഛേ, കയറ്റി വിടാൻ അറിയത്തില്ല. മാമോ എങ്ങനെ പോന്നു കച്ചവടമൊക്കെ? കച്ചവടമൊക്കെ എങ്ങനെ പോന്നു? ആരാ?
ഞാനേ ഒരു സർവേ എടുക്കാൻ വന്നതാ. മാമൻ്റെ കുട്ടിക്കാലമൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ട്. കുട്ടിക്കാലോ കുറെ വർഷമായില്ലോ ഒക്കെ, ഇതൊക്കെ എങ്ങനെ ഓർത്തെടുക്കാനാ? അതൊക്കെ അങ്ങ് ഓർത്തെടുത്താൽ മതി. ഈ ഈ പത്മിനിയുടെ കാര്യം ഒന്ന് അറിഞ്ഞാൽ കൊള്ളാം. പപ്പിക്കുട്ടിയോ? കുട്ടിയോ? പപ്പിക്കുട്ടിയെ കാലിൽ മറക്കുവോ? പിന്നൊന്നും ഓർമ്മയില്ലെന്ന് പറഞ്ഞേ. ഓർമ്മയില്ലെന്നൊക്കെ പറഞ്ഞാലും പപ്പിക്കുട്ടിയൊക്കെ അങ്ങനെ മറക്കാൻ പറ്റുമോ? എന്തോ ബന്ധമായിരുന്നു നിങ്ങൾ തമ്മിലുള്ള. കരളിലെഴും ഒരു മൗനം, കസവണിയും ലയമൗനം, സ്വരങ്ങൾ ചാർത്തുമ്പോ കരളിലെഴും. ആ സ്കൂളിൽ ഞങ്ങളുടെ കൂടെ ഒരുപാട് പെൺപിള്ളേർ പഠിച്ചിട്ടുണ്ടെങ്കിലും പപ്പിക്കുട്ടിയായിരുന്നു എല്ലാവർക്കും എല്ലാം. അവിടെ പഠിച്ച ആരും അവളെ പെട്ടെന്ന് അങ്ങനെ മറക്കത്തില്ല. ആരോട് ചോദിച്ചാലും അറിയാം. മാമന് പപ്പിക്കുട്ടിയുടെ കയ്യിൽ നിന്നുള്ള എക്സ്പീരിയൻസ് എന്തുവാ? നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടിയതാണ്. ഞാൻ ഒരു കന്നം തരവ് കാണിച്ചത്. കിട്ടിക്കഴിഞ്ഞ് ഞാനതങ്ങ് വിട്ട്. അവളിപ്പോഴും ഓർത്തിരിപ്പുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ നിങ്ങൾ തമ്മിൽ പ്രേമൊന്നും ഇല്ലായിരുന്നോ? അവക്ക് എന്നോട് പ്രേമൊന്നുമില്ല, എനിക്കുണ്ടായിരുന്നു കുറച്ച്. അപ്പം ഈ പപ്പിക്കുട്ടിക്ക് പ്രേമം ആരോടെങ്കിലും ഉണ്ടായിരുന്നോ? ഓർമ്മ ശരിയാണെങ്കിൽ ഞങ്ങൾക്കൊരു സീനിയർ ഒരുത്തനുണ്ടായിരുന്നു. പേര് 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 എനിക്ക് അങ്ങോട്ട് ഓർമ്മയില്ല മോളെ, വർഷം കുറേ ആയില്ലയോ. ഞങ്ങളുടെ ഒരു സുഹൃത്തുണ്ട്, ഒരു രഘു. അവനോട് ചോദിച്ചാൽ ചിലപ്പം കിട്ടുമായിരിക്കും. പക്ഷെ അവൻ ഇപ്പം തളർന്ന് കിടക്കുക. അത് സാരമില്ല, ഞാൻ പറയിപ്പിച്ചോളാം. അപ്പം ശരി എന്നാ പോട്ടെ. പിന്നെ മോളെ, ഈ പപ്പിനിയുടെ സർവേ എന്തിനാ മോളെ എൻ്റെ കട ഒന്നും എടുക്കുന്നത്? അതെ, ഈ പപ്പിക്കുട്ടിയുടെ മനോനില മൊത്തം തെറ്റി ഇപ്പോൾ ആശുപത്രിയിലാണേ. അപ്പോൾ ഈ പപ്പിക്കുട്ടിയുടെ ഓർമ്മകളിലേക്ക് ഊളിയിട്ട് ഇറങ്ങുന്ന ഒരു റിക്കവറി സർവേ ആയി ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് എടുത്തത് കേട്ടോ. മാമൻ ഫ്രണ്ടാന്ന് പറഞ്ഞുകൊണ്ട്. പപ്പിനെ കാണുമ്പോൾ പറയണം സുഭാഷ് ചേട്ടൻ മരിച്ചിട്ടില്ല. പറയാം, മിക്കവാറും ഉടനെ ചാവും. രഘുമാമാ, രഘുമാമാ. ആരാ? അയ്യോ, എന്താ? രഘുമാമനാണോ? രഘുമാമനല്ലല്ലോ. രഘുമാമനൊന്ന് വിളിക്കുവോ? രഘുമാമൻ വലിയൊരു യാത്രയ്ക്ക് പോകാനുള്ള തയ്യാറെടുപ്പില്ല. അങ്ങനെയാണെങ്കിൽ എനിക്ക് പെട്ടെന്നൊരു കാര്യം സംസാരിക്കാനാണ്, ഒന്ന് വിളിക്കാമോ? മാമനെ വിളിക്കണം. ആ, ഞാൻ അങ്ങനെ സംസാരിക്കാൻ സമ്മതിക്കത്തില്ല. പറ്റത്തില്ലേ? അല്ല ചേട്ടാ, ഞാൻ ചേട്ടനെ എങ്ങോ കണ്ടിട്ടുണ്ടല്ലോ. എന്നെയോ? സ്വപ്നത്തിലാണോ അതോ സിനിമാ നടന്റെ കോട്ട് വല്ലോ? പൃഥ്വിരാജാണോ? ആ, പൃഥ്വിരാജല്ല, കന്നഡ നടൻ പ്രാശിന്റെ കൂട്ടിൽ പോകുന്നു. അത്യാവശ്യമാണോ? അത്യാവശ്യമാണെങ്കിൽ വിളിക്കാം. പുള്ളിക്കൊരു അറ്റാക്കൊക്കെ വന്നിരിക്കുവാണ്. ഞാൻ പുള്ളിയെ നോക്കാൻ നിൽക്കുന്ന ഹോം നേഴ്സാണ്. എൻ്റെ ഒരു കാര്യം ഒന്ന് ഓരോ വട്ടം സംസാരിച്ചാൽ മതിയോ? സംസാരിക്കുക, പോവുക. ഞാൻ അപ്പുറത്തൂടെ വന്ന് നമുക്കവിടെ സംസാരിക്കാം. ഓക്കെ, എന്നാ വിളിക്കട്ടെ. മിക്കവാറും ചോദിച്ചു എൻ്റെ അടപ്പളകും. ഇങ്ങോട്ട് മാമൻ ഓക്കെ അല്ലേ? മാമന് കുടുംബവും കുട്ടികളും ഒന്നും ഇല്ലയോ? ഇല്ല, എനിക്കാരുമില്ല. ഇവിടെ നിങ്ങൾ രണ്ടേ ഉള്ളോ? ഞാൻ ചെക്കോസ്ലോവിയ മാത്രമേ ഉള്ളൂ ഇവിടെ. മാമൻ ആരോടെങ്കിലും സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അതെല്ലാം പ്രണയം ഉണ്ടായിരുന്നോ? പ്രണയോ ഉണ്ടായിരുന്നു മോളെ. ആരായിരുന്നു പ്രണയം? ഈ കോയിക്ക് മുക്കിലെ പത്മിനി. പത്മിനിയുടെ ആരാ? പത്മിനിയുടെ ആരുമല്ല, പത്മിനിയെ അറിയാമോ? പത്മിനി, അവൾ എനിക്ക് എല്ലാമായിരുന്നു, എൻ്റെ എല്ലാമായിരുന്നു. കരളിലെഴും ഒരു മൗനം, കസവണിയും
സ്വരങ്ങൾ ചാർത്തുമ്പോ ആ കരളിലെഴും ഒരു മൗനം കോയ്ക്കുമുക്കിലെ പത്മിനിയും പ്ലാവലത്തെക്കിലെ രഘുവും തമ്മിൽ പ്രണയത്തിലാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ മാമനത് നിഷേധിക്കാൻ പറ്റുമോ? നിഷേധിക്കും, നിഷേധിക്കും. ഞാൻ എപ്പോഴൊക്കെ അവളോട് പ്രണയം പറഞ്ഞിട്ടുണ്ടോ അവളെ നിഷേധിച്ചിട്ടുണ്ട്. ഞാൻ അവളെ അഗാധമായി പ്രണയിച്ചു. പക്ഷെ അവൾ അഗാധമായി പ്രണയിച്ചത് മറ്റാരെയോ ആയിരുന്നു. കോഴി സുധി. ഞാനൊന്നുമല്ല. കൈക്കട. അയാളിപ്പോ എവിടെ ഉണ്ട്? കോണ 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 വിശക്കുന്നായിരിക്കും. കോൺഫ്ലെക്സ് വല്ലതും ഉണ്ടാക്കി കൊടുക്കാൻ. കോണ വൃത്തിയോട് പറയരുത് കേട്ടോ. കോണകം നനച്ചിട്ടെന്നാ പറയുന്നേ. കോണകം 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 കൊക്കര പറ. കോണ 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 മാമാ മാമാ. നീ കോണ വേണ്ട, തീർന്നു. എന്തു പറ്റി? യാത്ര പോകുന്നു പറഞ്ഞില്ലേ? ആ പുള്ളി പോയി. എനിക്ക് കിട്ടുന്നതെല്ലാം കിട്ടി. ഞാൻ പോട്ടെ. ചെക്കോസ്ലോവാക്യ. അമ്മേ, ഈ ചോറിന്റെ കൂടെ കോഴിസുതി ഇല്ലായിരുന്നോ? എന്തുവാ? അല്ല, ചോറിന്റെ കൂടെ കോഴിക്കറി ഇല്ലായിരുന്നോ ഇന്നെന്ന്? കോഴിക്കറി ഉണ്ടെങ്കിലേ നീ കഴിക്കത്തുള്ളോ? ആ, കോഴിക്കറി ഉണ്ടായിരുന്നു. ഈ കഴിക്കാൻ ഒരു സുമാറുണ്ടായിരുന്നു. ഇതിപ്പോ പച്ചച്ചോറ് വാരി കഴിക്കുന്ന ഫീലാ. അത് ഉള്ളത് കഴിച്ചും കൊണ്ട് എണ്ണിച്ച് പൊയ്ക്കാട്ടെ. അല്ല, നല്ല കോഴി കിട്ടാത്തോണ്ടാണെങ്കിലേ അവിടെ പുതിയൊരു കട തുടങ്ങിയിട്ടുണ്ട്. സുധീസ് കോഴീസ്, അഥവാ സുധിയുടെ കോഴിക്കട. കോഴി സുധിയുടെ കട. എന്തുവാ? അവിടുന്ന് വേണമെങ്കിൽ വാങ്ങിക്കായിരുന്നു കേട്ടോ. കോഴി എവിടുന്ന് മേടിക്കണം എന്നുള്ളത് എനിക്കറിയാം. നീ എന്നെ പഠിപ്പിക്കണ്ട. അല്ലെങ്കിൽ അമ്മേ, നമുക്കൊരു കാര്യം ചെയ്താലോ? നമുക്കൊരു കോഴി ഫാം അങ്ങ് തുടങ്ങിയാലോ? അപ്പൊ കോഴി സുധി നമുക്ക് തോപ്പിക്കാം. നിർത്തടി. ഒത്തിരി നേരം കൊണ്ട് കോഴി എന്ന് നീ പറഞ്ഞോണ്ടിരിക്കുന്നു. ഇനി ഒരു അക്ഷരം വീട്ടിൽ കോഴിയെ പറ്റി മിണ്ടിയേക്കരുത്. അതെന്തോ കോഴി എന്ന് പറയുന്നത് പിന്നെ സുധി എന്ന് പറയണോ? അതൊട്ടും പറയരുത്. അതെന്താ സുധി എന്ന് പറഞ്ഞാൽ തെറിയാന്നോ? കൊച്ചേ, നീയേ ആവശ്യത്തിനൊക്കെ വേണം കേട്ടോ. ഞാനേ ഒത്തിരി നേരം കൊണ്ട് ഇത് കേൾക്കുന്ന, അതുകൊണ്ടൊരു കാര്യം ചെയ്യണം. കൂടുതൽ വിശേഷം എടുക്കരുത്. നിന്നെക്കാട്ടി ഒത്തിരി ഓണം ഉണ്ടല്ലോ. അതിന്റെ പ്ലാനും പദ്ധതിയൊക്കെ എന്തുവന്നെന്ന് എനിക്ക് മനസ്സിലായി. കേട്ടല്ലേ പറഞ്ഞേ? നീയേ ഒത്തിരി നേരം കൊണ്ട് എന്നെ കുത്തി സംസാരിക്കുന്നുണ്ട്. ഇതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ലെന്ന് നീ വിചാരിക്കരുത്. അയ്യോ, ഒന്നുമില്ലേ. കോഴിത്തുതിരെ കടയിൽ പോയി വാങ്ങിച്ചു കഴിഞ്ഞാൽ അമ്മയ്ക്ക് പ്രത്യേക ഡിസ്കൗണ്ട് കിട്ടുമല്ലോ. അതങ്ങ് പറഞ്ഞതാ. കോഴി എന്ന് പറയരുതെന്ന് എന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അയ്യോ, കോഴി സുധി എന്ന് പറയുന്നത് ഇത്രയും ചൂടാവുന്ന എന്തിനാ? അതിന്റെ കാര്യമൊന്നുമില്ല. ഞാൻ തെറിയൊന്നുമല്ലേ പറഞ്ഞു, മലയാളം അല്ലേ പറഞ്ഞു. അച്ഛാ, ഇവിടെ എന്തോ ബഹളം? ഞാൻ പുറത്തു നിന്നപ്പോൾ കേട്ടല്ലോ. അച്ഛനെന്തോ പെട്ടെന്ന് പറയാതെ? അത് എനിക്ക് ഇങ്ങോട്ട് വരാൻ വേണ്ടി ഞാൻ കത്ത് എഴുതണോ? നമ്മുടെ ഇപ്പുറത്തെ തടിമില്ലേ താഴത്തെ, അവിടെ 2 തടി നോക്കാൻ വന്നതാ. അമ്മ എന്തി അച്ഛാ? ഞാൻ വരുന്നവരെ വീട്ടിലുണ്ടായിരുന്നു. അന്ന് കഴുത്തിനെന്തോ പറ്റി? കഴുത്തിൽ നിന്റെ അമ്മയുടെ സമ്മാനം. അവളുടെ സംശയരോഗം ഇതുവരെ തീർന്നിട്ടില്ല. കിട്ടിയല്ലേ? കിട്ടി. കൊള്ളാം. അച്ഛൻ നീ ഊണ് കഴിച്ചിട്ട് പോയാൽ മതി. അയ്യോ, എനിക്ക് സമയമില്ല, ഞാൻ പോട്ടെ. ഞാൻ ഇതിലെ കൂടെ വന്നപ്പോൾ നിന്നെ കണ്ടിട്ട് പോകാന്ന് വിചാരിച്ചാൽ കയറിയേ ഉള്ളൂ. വന്നതല്ലേ ഉള്ളോ? 10 മിനിറ്റ് ഇരുന്നാട്ടെ. ശരി, വെള്ളം എടുത്തു. എന്നാൽ നിങ്ങൾ മിണ്ടിയും പറഞ്ഞു ഒക്കെ ഇരുന്നാട്ടെ. ഞാൻ സുചേട്ടൻ ഇച്ചിരി വെള്ളം എടുത്തോണ്ട് വരാം. അതും ആയിക്കോട്ടെ.
എപ്പോഴാണ് വീട്ടിൽ വന്ന് കല്യാണം ആലോചിക്കുന്നത്? 2 ദിവസം കഴിഞ്ഞ് ഞാൻ പേർഷ്യയിലേക്ക് പോകും. ഓ, എന്നിട്ടൊരു വരവ് ഞാനങ്ങ് വരും നിന്റെ വീട്ടിലേക്ക്. അതെയോ? പക്ഷേ എങ്ങാനും അച്ഛൻ നമ്മുടെ ബന്ധം സമ്മതിച്ചില്ലെങ്കിലോ? സമ്മതിക്കാതിരിക്കാൻ കഴിയില്ല നിന്റെ അച്ഛന്. അഥവാ സമ്മതിച്ചില്ലെങ്കിലോ? അഥവാ സമ്മതിച്ചില്ലെങ്കിൽ നമ്മുടെ മക്കളെ കൊണ്ട് നമ്മൾ ഒന്നിപ്പിക്കും. ഇനി എനിക്കാണ് ആദ്യമായി ഒരു പെൺകുട്ടി ഉണ്ടാകുന്നതെങ്കിൽ നിന്റെ പേര് ഞാൻ അവൾക്കിടും. പത്മ. സുധിയേട്ടാ. പത്മ. പത്മ. പത്മേ. പത്മ. എന്തോ പറ്റി? ഇതിൽ കൂടുതൽ എന്ത് പറ്റാനാച്ചാ ഒരു മകൾക്ക്? ഞാൻ വായിക്കാൻ വേണ്ടി ഒരു പുസ്തകം തുറന്നിരുന്നു. പകുതിക്ക് വെച്ച് എനിക്കതിൻ്റെ സാരാംശം മനസ്സിലായി. അതുകൊണ്ട് ഞാൻ ഈ പുസ്തകത്തിൻ്റെ താളുകൾ അടയ്ക്കും. എന്നോടുകൂടി ഈ അധ്യായം അവസാനിക്കട്ടെ.